വാസ്തവത്തിൽ മധുരം വെക്കുക എന്ന് പറയുന്നത് മധുരം കൊടുക്കുന്നതോടുകൂടി ആ മണവാട്ടി കൊച്ചിനെ എണ്ണ തേപ്പിക്കട്ടെ. അടുത്ത ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷോപ്പിംഗ് സ്റ്റൈലയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടൂർ കരുവാറ്റയിലാണ് കേട്ടോ. ഇവിടെ വന്നേക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തോടാണ്. ചില ക്രിസ്തീയ വിഭാഗക്കാർക്ക് ഒരു മധുരം വെപ്പ് എന്നുള്ള ഒരു ചടങ്ങുണ്ട്, കല്യാണം ഉറപ്പിന് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ള ദിവസം. അപ്പം നമ്മുടെ ഈ പത്തനംതിട്ട ഏരിയയിലോട്ട് നമ്മളധികം കേട്ടിട്ടില്ല. അപ്പം നമ്മുടെ റെയ്ച്ചാൻ്റെയും അതുപോലെ തന്നെ ടെസിമാമ്മയുടെയും മോള് ബെറ്റിനയുടെ കല്യാണത്തോടനുബന്ധിച്ചുള്ള മധുരം വെപ്പ് കാണാനും അതെന്താണെന്ന് അറിയാനും അതുപോലെ അതിനോട് അനുബന്ധിച്ച് കുറച്ച് മാർഗം കളി അതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ റെയ്ച്ചാൻ്റെയും ടെസിമാമ്മയുടെയും വീട്. അടൂർ കരുവാറ്റയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കാണാനായിട്ട്. ഇവരുടെ ഭൂമിയിലെ ഈ സ്വർഗരാജ്യത്തിന് അവർ ഇട്ടേക്കുന്ന പേര് അയണിയാട്ടു മന്ന എന്നാണ്. ഏതായാലും നമ്മളെ ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ച് ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് കാണാൻ ഒരു അവസരം തന്ന റെയ്ച്ചാനും ടെസിമാമ്മയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇവരുമായിട്ട് പരിചയപ്പെടുത്തി തന്ന സീപ്പിച്ചാനും ഒരു പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം മച്ചാന്മാരെ, ഇതാണ് നമുക്ക് ഈ ഒരു അവസരം തന്ന റെയ്ച്ചാൻ കേട്ടോ. ഇവിടുത്തെ കല്യാണപ്പെണ്ണിന്റെ പിതാവാണ്. അതുപോലെ ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് ഡോക്ടർ ബെറ്റിന സാറ മാത്യു. അപ്പൊ കല്യാണപ്പെണ്ണ് ഡോക്ടർ ബെറ്റിന സാറ മാത്യുവിനും അതുപോലെ തന്നെ പ്രതിശ്രുത വരൻ ഡോക്ടർ ജിതിനസ് സണ്ണിക്കും നമ്മുടെ ഷോപ്പിംഗ് ഡയറി ഫാമിലിയുടെ എല്ലാവിധമായ ഭാവുകങ്ങളും ആദ്യം തന്നെ നേരുകയാണ്. അപ്പം മച്ചന്മാരെ, അവരുടെ പള്ളിയിലെ വികാരിയച്ഛനും അതുപോലെ തന്നെ സഭയിലെ മൂപ്പന്മാരും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം പ്രാർത്ഥിച്ച് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് കേട്ടോ. പുലർത്തിക്കൊള്ളാം, കാത്തുകൊള്ളാം, നല്ല ചെയ്ത കർത്താവിന്റെ കരുകളിൽ ആവശ്യത്തിനായി കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ കുടുംബാംഗങ്ങളുടെ മേലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. മറ്റന്മാരെ, നമ്മൾ രാവിലെ കണ്ട വീടാണെന്നേ പറയത്തില്ല കേട്ടോ. ദീപമുഖരിതമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം വീട് കാണാനും നല്ല രസമുണ്ട്. അപ്പൊ റെയ്ച്ചാന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു മുഹൂർത്തം ഇത്രയും മനോഹരമാക്കി കൊടുത്തതിൽ ഇവരുടെ ഇവന്റ് മാനേജ്മെന്റ് ടീമിന് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. നമ്മുടെ അടൂർ കടമ്പനായിട്ടുള്ള ക്രൈസ്റ്റ് ഇവന്റ്സ് ആണ് ഇത് നടത്തിയത്. അവരുടെ കൊയർ പാടിയ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ഇട്ടതിനെക്കാട്ടി മനോഹരമായിരുന്നു. കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് പേടിച്ച് ഞാൻ തൽക്കാലം അത് ഒഴിവാക്കുകയാണ്. സത്യം പറഞ്ഞാൽ മധുരം വെപ്പിൻ എന്ന ചടങ്ങിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ മാർഗം കളി ഒന്ന് കാണണമെന്ന്. ആ ആഗ്രഹം ഞാൻ നേരത്തെ സീപ്പിച്ചാനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാവണം സീപ്പിച്ചാൻ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ നമ്മളെ വിളിച്ചത്. അപ്പൊ ചങ്ങായിമാരെ, ഈ മധുരം വെപ്പ് എന്നുള്ള ചടങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. അറിയാവുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ നമുക്ക് നമ്മുടെ പത്തനംതിട്ട സൈഡിലേക്ക് മധുരം വെപ്പ് എന്താണെന്ന് വലിയ പ്രശസ്തമല്ല, എന്നാൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ബാബുച്ചാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ നമുക്ക് പറഞ്ഞു തരും എന്താണ് മധുരം വെപ്പെന്നും ഇതിൻ്റെ പിന്നിലുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണെന്നും. അപ്പോൾ അച്ഛൻ, എന്താണ് ഈ മധുരം വെപ്പ് എന്ന് പറഞ്ഞാൽ? മധുരം വെപ്പ് നമ്മുടെ നസ്രാണി കുടുംബങ്ങളിൽ പണ്ട് കാലങ്ങളിൽ വിവാഹത്തോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ മധുരം വെക്കുക എന്ന് പറയുന്നത് മധുരം കൊടുക്കുന്നതോടുകൂടി ആ മണവാളിനെ മണവാട്ടിയുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മുഴുവൻ മധുരോദാരമായി തീരുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ട ദൈവകൃപ ലഭിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളെന്ന് പറയുന്നത് ഒരാഴ്ചക്കാലത്തെ ഒരു സദ്യയും സദ്യവട്ടവും അതുപോലെയുള്ള പരിപാടികളുമായിരുന്നു. ഒരു ദിവസം മീൻ വേവിക്കൽ, ഒരു ദിവസം ഇറച്ചി ഉലർത്തൽ, ഒരു ദിവസം മോര് കാച്ചൽ, ഒരു ദിവസം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവരും കൂടെ കൂടിച്ചേരുന്നു. അങ്ങനെ ഉള്ള ഒരു വലിയ ഒരു ബന്ധുബലം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കുറേയെല്ലാം അത് നിന്നുപോയി. ഇവിടെ
ഈ മധുരം വെപ്പിലൂടെയും അതുപോലെ തന്നെ മധുരം മൈലാഞ്ചി ഇടയിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഈ മണവാട്ടിക്കോ മണവാളനോ അവരുടെ കുടുംബ ജീവിതത്തിൽ വേണ്ടതായ ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടി ഈ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും കൈമാറുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിനകത്ത് അവലംബിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ദിവസത്തെ ഒരു ചടങ്ങാണെങ്കിൽ പോലും ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തു വയ്ക്കുവാനുള്ള ചില സംഗതികൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മധുരം വെപ്പിലൂടെ നമ്മൾ കാണുന്നത് തലമുറകളായി പൈതൃകമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില ആശയങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ മധുരം വെപ്പ് എന്നുള്ള ആ ചടങ്ങ് എന്താണ്? ഇന്നിവിടെ നടക്കാൻ പോകുന്ന പരിപാടികളെന്ന് പറയുന്നത് ആദ്യമേ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് ആദ്യമേ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബൈബിൾ റീഡിംഗ് ഉണ്ട്, 23-ാം സങ്കീർത്തനം വായിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ചേർന്ന് കുടുംബാംഗങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഇവിടെ വന്നു ചേർന്നവരെല്ലാവരും കൂടി ചേർന്ന് എന്നോടുള്ള അങ്ങനെ സർവ്വ നന്മകൾക്കായി എന്ന് പറയുന്ന ആ ഡിവോഷണൽ സോങ് എല്ലാവരും കൂടി ചേർന്ന് പാടും. അതിനുശേഷം ഒരു ചെറിയ ലഘു പ്രാർത്ഥനയുണ്ട്. കുടുംബത്തിലെ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കാരണവരാരെങ്കിലും മുതിർന്നവരാരെങ്കിലും ഒരു ലഘു പ്രാർത്ഥന നടത്തും. അതിനുശേഷം ഈ മണവാട്ടിയെ എതിരേറ്റുകൊണ്ട് വരുന്ന ഒരു പ്രധാന ചടങ്ങാണുള്ളത്. എതിരേൽപ്പിന് ചില പ്രത്യേക നിബന്ധനകളുണ്ട്. അതായത് മണവാട്ടിയുടെ മുൻപിൽ കോൽവിളക്ക് പിടിച്ചുകൊണ്ട് ഭർതൃമതിയായ കുടുംബത്തിലെ കാരണവത്തി അല്ലെങ്കിൽ മുതിർന്ന ഒരു സ്ത്രീ കോൽവിളക്കുമായിട്ട് മുന്നിൽ നടക്കും. അതിനുശേഷം അതിൻ്റെ പിന്നിലായിട്ട് പെൺകുട്ടികൾ താലപ്പൊലി എന്ന രീതിയിൽ വിളക്കുകൾ ഏന്തിക്കൊണ്ട് 10 കന്യകമാരെ സൂചിപ്പിക്കുന്ന വിളക്കുകൾ ഏന്തിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കും. അവർ പോകുന്നതിൻ്റെ പിന്നിലായിട്ട് ഒരു പണ്ട് കാലത്ത് മേനാവിലാണ് മണവാട്ടിയെ എഴുന്നള്ളിച്ചിരുന്നത്. ഇന്നിപ്പം മേനാവില്ല, അതിന് പകരം മേൽക്കെട്ടി പിടിച്ച അതിൻ്റെ കീഴിൽ മേൽക്കെട്ടിക്ക് താഴെയാണ് ഈ മണവാട്ടി നടന്ന് നീങ്ങുന്നത്. മുമ്പിൽ വിളക്കും മേൽക്കെട്ടിയും എന്ന് പറയുന്നത് പഴയ കാലത്തെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു സുപ്രധാന സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ മക്കളെ സംരക്ഷിച്ച യഹോവയുടെ വലിയ അനുഗ്രഹത്തെ ഓർക്കുന്ന ഒരു രീതിയാണിത്. അതായത് ഈ ദീപം എന്ന് പറയുന്ന അഗ്നിത്തൂണിനെയും മേൽക്കെട്ടി എന്ന് പറയുന്നത് മേഘസ്തംഭത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അവർ മുന്നിൽ വന്ന് സദസ്സിൽ വന്നിരിക്കും. സദസ്സിൽ വന്നിരുന്നതിന് ശേഷമാണ് സ്റ്റേജ് സെറ്റപ്പ് ചെയ്യുന്നത്. സ്റ്റേജിൽ ആദ്യം പായിടുന്നത് ഈ പെൺകുട്ടിയുടെ സഹോദരി ആണ് അതിനുള്ള അവകാശം. സമയപരിമിതി കാരണം ബാവുച്ചാൻ തൽക്കാലം ഇതിന്റെ ഹോസ്റ്റിംഗിലേക്ക് പോവാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ആ വിരിച്ച പായയുടെ മധ്യവശത്തിലേക്ക് ഇരിപ്പിടം വെക്കുന്നു. ഇരിപ്പിടത്തിന് മുകളിലേക്ക് വെള്ള തുണി വിരിക്കുന്നു. ഇതിനെയൊക്കെ പറ്റി വിശദീകരിച്ച് പറയാനാണെങ്കിൽ ഓരോ സ്റ്റെപ്പിനും വിശ്വാസപരമായിട്ടുള്ള ഓരോ എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ അല്പം ലെങ്തി ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. വിരിച്ച പായയുടെ വലതുഭാഗത്തായിട്ട് കത്തിച്ചു വെച്ച നിലവിളക്കും അതിനോട് ചേർന്ന് തന്നെ കിണ്ടിയും വെച്ച ശേഷം മണവാട്ടി പെണ്ണിനെ തോഴിമാരൊത്തുചേർന്ന് ആനയിച്ച് സ്റ്റേജിലേക്ക് ഇരുത്തുകയാണ്. മണവാട്ടിയെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതിന് സദസ്സിന്റെ അനുവാദം ചോദിക്കുകയാണ് മാതാവ് എല്ലാവരോടും 3 പ്രാവശ്യം അനുവാദം ചോദിക്കും. ആദ്യത്തെ പ്രാവശ്യം സാധാരണഗതിയിൽ നമ്മളാരും കേൾക്കാറില്ല. മാതാവ് ചോദിച്ചാട്ടെ. മണവാട്ടി കൊച്ചിനെ എണ്ണ തേപ്പിക്കട്ടെ. നിന്റെ മോനെ എണ്ണ തേപ്പിച്ചോട്ടെ. എണ്ണ തേപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. മണവാട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രതീകാത്മകമായി എണ്ണ പുരട്ടി മഞ്ഞളും ചന്ദനവും ചേർത്തുണ്ടാക്കിയ ലേപനം പൂശുകയാണ്. ചാർച്ചക്കാരും ചേർന്ന് മണവാട്ടിയെ കുളിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്.
അങ്ങനെ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മണവാട്ടിയെ തിരിച്ച് വീണ്ടും സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇനി മൈലാഞ്ചി ഇടീൽ ചടങ്ങാണ്. മണവാട്ടിക്ക് മൈലാഞ്ചി തേക്കട്ടെ. മണവാട്ടിക്ക് മൈലാഞ്ചി തേക്കട്ടെ. മണവാട്ടി ടീനാമോക്ക് മൈലാഞ്ചി തേക്കട്ടെ. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം അടുത്തതായിട്ടാണ് നമ്മുടെ മധുരം കൊടുപ്പ് എന്നുള്ള മെയിനായിട്ടുള്ള ചടങ്ങ്. ആദ്യമായിട്ട് മധുരം കൊടുക്കാനുള്ള അവസരം മാതാപിതാക്കൾക്കാണ്, പിന്നീട് ബന്ധുമിത്രാദികൾക്കെല്ലാം അവസരമുണ്ട്. എന്റെ പെൺകൊച്ച് ടീനാമോൾക്ക് മധുരം കൊടുക്കട്ടെ. എന്റെ പിന്നാല മോളും ബെറ്റിനാമോളും മധുരം കൊടുക്കട്ടെ. അങ്ങനെ ഇതോടെ മധുരം വെപ്പ് എന്നുള്ള ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ വെയിറ്റ് ചെയ്ത മൊമെന്റ് ആണ്. മാർഗം കളി കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും നമുക്കതൊന്ന് കണ്ടുനോക്കാം. എല്ലാ അംഗങ്ങളോടും നന്ദി അറിയിക്കുന്നതുകൊണ്ട് ക്രൈസ്റ്റ് ഈവൻസ് അടൂർ കടവനാട് അവതരിപ്പിക്കുന്നു മാർഗം കളി. മേൽത്തോന്നും മേനിയും തേയിலை പിടിത്തരണ്ടും കൈയും നെയ്യും എന്നേക്കും വാഴ്കവേ തേയിலை വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേയിலை വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേയിலை അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തേയിலை അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ. പണി പുടവ പവിഴമൂത്തു മാലയിൽ തെരി അലങ്കരിച്ച പന്തലിൽ വന്നുക വേണം മാർത്തോമൻ. തെരി അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്നരുൾക മാർത്തോമൻ. തെരി അലങ്കരിച്ച പന്തലിൽ വന്നരുൾക വേണം നാഗത്താതിവൃതത്തെ. മഹിമയോടരുവികളെല്ലാം ചെയ്യും ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി നീതിയും കവികളത്തെയും
അപ്പം മച്ചന്മാരെ മാർഗംകളി മാത്രമായിരുന്നില്ല, അവരുടെ തന്നെ ടീമിൻ്റെതായിട്ട് മനോഹരമായിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിച്ച് അവർ സദസ്സിനെ സന്തോഷിപ്പിച്ചു. കൊച്ചു പെൺകുട്ടികളുടെ ഈ ഒരു ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം മാർഗംകളി എന്ന കലാരൂപം അന്യം നിന്ന് പോകാതിരിക്കാൻ പുതുതലമുറയെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം രൂപം കൊണ്ട ഒരു ഗ്രൂപ്പാണിത്. ഇന്ന് അവർ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഇടവകയിൽ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് രൂപം കൊണ്ട ഈ ഒരു ഗ്രൂപ്പിന് ഇത്രയും പ്രോഗ്രാമുകളൊക്കെ കിട്ടാൻ സാധിച്ചത് ഇവരുടെ ഒരു കഠിനാധ്വാനവും കഠിന പ്രയത്നവും കൊണ്ട് തന്നെയാണ്. അപ്പം മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ യാത്ര മനോഹരമായിരുന്നു. ഒരുപാട് കലാപ്രകടനങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. പിന്നെ ആർപ്പും ആഘോഷവുമായിട്ട് കല്യാണത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു മധുരം വെപ്പ് എന്നുള്ള ചടങ്ങിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കാഴ്ചകളൊന്നും തീരുന്നില്ല. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾ ഇന്നത്തെ കാഴ്ചയെല്ലാം കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇവിടെ ഗ്രാമവാസിയുണ്ട്, സി.പി. ചാനുണ്ട്. സി.പി. ചാനാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതല്ലേ, അല്ല നമ്മളിലേക്ക് എത്തിച്ചത്, നമ്മളെ ക്ഷണിച്ചത്. ഈ പ്രോഗ്രാം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പുതിയ അറിവുകൾ കിട്ടി. മാർഗംകളിയെക്കുറിച്ചും ഈ ഒരു മധുരം വെപ്പ് എന്ന് പറഞ്ഞ ചടങ്ങിനെക്കുറിച്ചൊക്കെ ഒരുപാട് പുതിയ അറിവുകളും കിട്ടി. അപ്പം ഇതുപോലെ വ്യത്യസ്തങ്ങളായ പുതിയ വീഡിയോയുമായി കാണും വരെ ഇറ്റ്സ് മീ ശോഭനസ് മാത്യു സൈനിങ് ഓഫ്.